ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജംഷീദ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും മറ്റുള്ളവരെ ആത്മാർത്ഥമായി അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാറില്ല. അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തോന്നാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കാരണം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. 2 എക്സാമ്പിളുകളിലൂടെ ഈ ഒരു പോയിന്റിനെ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് എന്താണ് വിഷയമെന്നൊന്ന് പറയാം. നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം ചൊരിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. 2 എക്സാമ്പിളുകളാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ കൂടെ ഒരു 10 സഹപ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ടെന്നിരിക്കെ അതിൽ 8 പേര് വലിയ കുഴപ്പമില്ല, 2 പേര് നിങ്ങളുമായിട്ട് അങ്ങനെ അങ്ങോട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത വ്യക്തിയാണെന്ന് വിചാരിക്കുക. അവരുമായിട്ട് ചെറിയ എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവരോട് 2 പേരോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരമുണ്ട്, ബോസിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിനോ എന്തെങ്കിലും whatever it is, ചെറുതായിട്ട് എന്തോ ഒരു വഴക്കുണ്ട്, അവരോടൊരു ദേഷ്യമുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ എക്സാമ്പിളാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു ഫോൺ കോൾ വരികയാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കോളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ്: നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, സുഖപ്രസവമാണ്, നല്ല സുന്ദരനായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു. അത് കേട്ട സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യാണ്, അല്ലേ? ആ ഹാപ്പിനെസ്, ആ സന്തോഷം ഉണ്ടായ വേളയിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബേക്കറിയിൽ പോയിട്ട് സ്വീറ്റ്സ് വാങ്ങിക്കുകയാണ്. ഓക്കെ, ആ സ്വീറ്റ്സ് വാങ്ങിച്ച് നിങ്ങൾ സ്ഥാപനത്തിൽ വന്ന് ഓരോ സ്റ്റാഫിനും ഓരോ സഹപ്രവർത്തകർക്കും ഇത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ദേഷ്യമുള്ള, നിങ്ങളോട് എപ്പോഴും സഹകരിക്കാത്ത നിങ്ങളുടെ ആ 2 സ്റ്റാഫ്, അഥവാ സ്ഥാപനത്തിലെ 10 സ്റ്റാഫുകളിൽ 2 സ്റ്റാഫിന് നിങ്ങൾ സ്വീറ്റ്സ് കൊടുക്കുമോ ഇല്ലയോ? ഇതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും കൊടുക്കുമെന്നായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ അവരോട് വെറുപ്പുണ്ടായിട്ട് പോലും നിങ്ങളത് കൊടുക്കാനുള്ള കാരണം? നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ പോലും സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങളവിടെ അവർക്കും സ്വീറ്റ്സ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഈ ഒരു പോയിന്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പ്, ദേഷ്യം, പക ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഹാപ്പിനെസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഓക്കെ, നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 20,000 രൂപ സാലറി ലഭിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 20,000 രൂപ സാലറി കിട്ടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ബോസ് സാലറി ഓഫർ ചെയ്തു ഡബിളായിട്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു ഹെൽപ്പ് മൂലം കമ്പനിക്ക് വലിയൊരു ലാഭം ലഭിച്ചു. അതിന് കാരണമായിട്ട് നിങ്ങളുടെ സാലറി ഡബിൾ ആക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് 20,000 രൂപ സാലറി ഉണ്ടായിരുന്നത് 40,000 രൂപയാക്കി. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകും, അല്ലേ? ആ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ അന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ വരുന്നത് ഭാര്യയുമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വരുന്ന സമയത്ത് ഭാര്യയെ കണ്ടപാടെ ഭാര്യയുടെ മുഖത്ത് എന്തോ ഒരു വിഷമത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഭാര്യയുടെ മുഖത്ത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു സന്തോഷ വാർത്ത ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത്
ഭാര്യയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭാര്യയുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഇല്ല എന്നുള്ളത്. ഒരു പക്ഷേ അമ്മായിമ്മയായിട്ടോ അല്ലെങ്കിൽ വേറെ അവിടെ വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു നിസ്സാരമായ പ്രശ്നത്തിനായിരിക്കും മുഖം വീർപ്പിച്ചിട്ട് വൈഫ് നിൽക്കുന്നുണ്ടാവുക. അപ്പം അത് കണ്ടപാടെ ഇദ്ദേഹത്തിന് ആ സ്നേഹം ഭാര്യയോട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അത് ഷെയർ ചെയ്യാനോ ഭർത്താവിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഭാര്യയുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഇല്ലാത്തത് മൂലമാണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് കൊണ്ട് നടന്നാൽ മാത്രമാണ് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുക. ഈ 2 മെസ്സേജുകളും നിങ്ങൾക്ക് ഈ 2 എക്സാമ്പിളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഹാപ്പിനെസ്സോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഹാപ്പിനെസ്സോടുകൂടി എല്ലാവരോടും പുറത്ത് ആരോടും ദേഷ്യമില്ലാതെ ആരോടും പകയില്ലാതെ നമ്മൾ സ്വയം ലവ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാപ്പിനെസ് ഉണ്ടാകാനുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഹാപ്പിനെസ് എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്, അതിലേക്ക് നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്.